ഹലോ, വെൽക്കം ബാക്ക് ടു ഫിന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ CRT ചാപ്റ്റേഴ്സാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ 60 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാനിൽ CRT ചാപ്റ്റേഴ്സ് മാത്രമേ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അപ്പം അത് നോക്കാം. വാതക നിയമങ്ങളും മോൾ സങ്കല്പവും എന്ന് പറഞ്ഞിട്ടുള്ള 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. അപ്പോൾ ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമരഹിതമായ ഈ ചലനത്തിൻ്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തികളിലും ചെന്നിടിക്കുന്നു. ഇതിൻ്റെ ഫലമായി വാതകമർദ്ദം അനുഭവപ്പെടുന്നത്. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളും പാത്രത്തിൻ്റെ ഭിത്തിയും തമ്മിലും ആകർഷണം തീരെയില്ല. വാതകത്തിൻ്റെ വ്യാപ്തം. ഒരു വാതകത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം ആയിരിക്കും. യൂണിറ്റ് പരപ്പളവിലെ ബലം പ്രതലത്തിൻ്റെ അനുഭവപ്പെടുന്ന ആകെ ബലവും ഡിവൈഡഡ് ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ്. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. വാതകത്തിൻ്റെ വ്യാപ്തം, വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം എന്നിവ തമ്മിലുള്ള ബന്ധം ആണ് ബോയിൽ നിയമം. വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെയാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം P എന്നും വ്യാപ്തം V എന്നും സൂചിപ്പിച്ചാൽ P×V ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അപ്പം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം P എന്നും വ്യാപ്തം V എന്നും സൂചിപ്പിച്ചാൽ P×V എന്ന സ്ഥിരസംഖ്യയായിരിക്കും. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. കാരണം ബോയിൽ നിയമം. മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നു. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജാക്വസ് ചാൾസ് ആണ്. ഈ നിയമം ചാൾസ് നിയമം എന്ന് അറിയപ്പെടുന്നു. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജാക്വസ് ചാൾസ് ആണ്. ഈ നിയമം ചാൾസ് നിയമം എന്നറിയപ്പെടുന്നു. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലോ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വ്യാപ്തം V എന്നും താപനില T എന്നും സൂചിപ്പിച്ചാൽ V/T ഒരു സ്ഥിരസംഖ്യയായിരിക്കും. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു. അതിന് കാരണം താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ഈ ബന്ധം അവഗാഡ്രോ നിയമം എന്നറിയപ്പെടുന്നു. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. തികച്ചും ഒരേപോലെയുള്ള കണങ്ങളാണെങ്കിൽ അവ കോടിക്കണക്കിന് ഉണ്ടെങ്കിൽ പോലും മാസ് അടിസ്ഥാനപരമായി എണ്ണം കൃത്യമായി കണ്ടെത്താം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.67 × 10⁻⁻24 ഗ്രാം ആണ്. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12ൽ 1 ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. ആറ്റങ്ങളുടെ എണ്ണം. ഓരോ മൂലകവും അതിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. അവയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം തുല്യമായി 6.022 × 10⁻23 കാണപ്പെടുന്നു. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിൻ്റെ അതിൻ്റെ ഒരു ആറ്റോമിക മാസ് എന്ന് വിളിക്കുന്നു. അതിനെ ഒരു ഗ്രാം ആറ്റം എന്നും ചുരുക്കി വിളിക്കാം. ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആണെന്നും കാണാം. ഒരു ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകം എടുത്താലും അതിൽ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആയിരിക്കും. ഈ സംഖ്യ അവഗാഡ്രോ എന്ന് അറിയപ്പെടുന്നു. ഇതിനെ Na എന്ന് സൂചിപ്പിക്കാം. എങ്കിൽ 46 ഗ്രാം സോഡിയം എത്ര GaM ആയിരിക്കും? അതിനുള്ള ആറ്റങ്ങളുടെ എണ്ണമോ? അപ്പം 46 ഗ്രാം സോഡിയം 46/23 = 2 GaM ആണ്.
ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ബൈ മൂലകങ്ങളുടെ GAM. ഇതിൽ 2×6.022×10⁻23 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. 6.022×10⁻23 ആറ്റങ്ങൾ ആണ് 1 മോൾ ആറ്റങ്ങൾ. ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്യുലാർ മാസ് എന്ന് വിളിക്കുന്നു. ഒരു GMM എന്നത് ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാകും. ഒരു GMM ഓക്സിജൻ എന്നാൽ 32 ഗ്രാം ആണല്ലോ. അപ്പോൾ ഗ്രാം മോളിക്യുലാർ മാസുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്യുലാർ മാസാണ്. 6.022×10⁻23 തന്മാത്രകളെ 1 മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. ഒരു GMM = 1 മോളാണ്. 6.022×10⁻23 തന്മാത്രകൾ. മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ 1 മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നു. 273 K താപനില, 1 atm മർദ്ദം എന്നിവ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്നാണ് വിളിക്കുന്നത്. അതായത് സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും 1 മോളിന് 22.4 L വ്യാപ്തമുണ്ടാകും. അത് STPയിലെ മോളാർ വ്യാപ്തം എന്നറിയപ്പെടുന്നു. STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം STPയിലെ വ്യാപ്തം ലിറ്ററിൽ ഡിവൈഡഡ് ബൈ 22.4 L ആണ്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്ററാണ് സസ്യലോകത്തെ അടുത്തറിയാം എന്നുള്ള പറഞ്ഞിട്ടുള്ള 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. നോക്കാം. 1ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. സസ്യലോകത്തെ അടുത്തറിയാം. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്ന ഭാഗം ഇലകളാണ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. സസ്യങ്ങളിൽ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വസ്തു ഹരിതകമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാണ്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നം ഗ്ലൂക്കോസ്. സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് ഏത് രൂപത്തിൽ മാറ്റപ്പെടുന്നു? അന്നജത്തിൻ്റെ രൂപത്തിൽ. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്നും സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആസ്യരന്ധ്രം. ഇലകളിൽ വാതക വിനിമയം നടക്കുന്ന ചെറിയ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരത്തിലൂടെയാണ്. ഹരിതകം. സസ്യങ്ങളിൽ കാണുന്ന പച്ചനിറത്തിലുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണകമാണ് ഹരിതകം. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. വർണ്ണകം സാന്തോഫില് മഞ്ഞ നിറമാണ്. കരോട്ടിന് ഓറഞ്ചും മഞ്ഞയും ചേർന്ന നിറമാണ്. ആന്തോസയാനിന് ചുവപ്പാണ്. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനം അറിയപ്പെടുന്നത് ഓർക്കിഡേറിയം. സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് മരവാഴ. എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു ജീവികളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. പരാത സസ്യങ്ങൾ. ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നതാണ് പരാത സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിൽക്കണ്ണി, മൂടില്ല താളി. പ്രധാനമായും ഇവ 2 തരത്തിലുണ്ട്. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിൽക്കണ്ണി. പൂർണ്ണപരാതങ്ങൾ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ. ഉദാഹരണം മൂടില്ല താളി. അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ശവോപജീവികൾ. ജീർണാവസ്ഥയിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ ശവോപജീവികൾ എന്ന് പറയുന്നു. നിയോട്ടിയ മോണോട്രോപ്പ. റൊട്ടിയിലും അച്ചാറിലുമൊക്കെ വളരുന്ന പൂപ്പലുകളെല്ലാം ശവോപജീവികളാണ്. പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല. കൂണുകൾ ഏതു വിഭാഗത്തിൽ പെടുന്നവയാണ്? അവ പൂപ്പലുകളാണ്. ഇനി ആരോഹികളാണ്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. കുരുമുളക്, പാവൽ, പടവലം. പ്രധാനങ്ങൾ. താങ്ങുകളിൽ ചുറ്റുപിടിക്കുന്നതിനായിട്ട് ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ. ഇഴവള്ളികൾ. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല. ഉദാഹരണം മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾക്കാവുന്നു. മണ്ണിനു മുകളിൽ കാണപ്പെടുന്ന അത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. ഉദാഹരണം പേരാലാണ്. തണ്ടിൽ നിന്നും വേരുകൾ താഴേക്ക് വളരുന്ന പൊയ്ക്കാൽ വേരുകൾ ആറ്റുകൈതയാണ്. കണ്ടൽ ചെടി.
ചതുപ്പ് നിലങ്ങളിൽ പ്രത്യേക സസ്യങ്ങളാണ് വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ശ്വസന വേരുകൾ. കണ്ടൽ ചെടിയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളാണ് ശ്വസന വേരുകൾ. സംഭരണ വേരുകൾ. വേരിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. മരച്ചീനി. ഭൂകാണ്ഡങ്ങൾ. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല രൂപാന്തരം പ്രാപിച്ചിട്ടുള്ള കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. സോഷ്യൽ സയൻസിലെ മധ്യകാല ഇന്ത്യ സമൂഹം, വിഭവം, വിനിമയം എന്നുള്ള ചാപ്റ്ററാണ്. അത് 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. മുഗൾ ഭരണ സ്ഥാപകരും ചക്രവർത്തിയുമായ ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാബർ നാമ എന്ന ഗ്രന്ഥത്തിലാണ്. ഇതിൽ ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് വിവരിക്കുന്നത്. നദികൾ, കാടുകൾ, മരുഭൂമികൾ, പർവ്വതങ്ങൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാണ് എന്ന് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. ഉദാഹരണം പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗം, നീളം, കരിമ്പ്. അപ്പം ഇനി സുൽത്താനേറ്റ് മുഗൾ ഭരണകാലം നോക്കാം. ഈ കാലഘട്ടത്തിൽ കൃഷിക്ക് പുരോഗതി ഉണ്ടാകാൻ സഹായിച്ച ഘടകങ്ങൾ ജലസേചന സൗകര്യം നൽകി, വിത്തുകൾ വിതരണം നൽകി, നികുതി ഇളവുകൾ നൽകി, കൃഷി ഇറക്കാത്ത ഭൂമിയിൽ ആദ്യമായി കൃഷി ഇറക്കുന്നത് എന്നവർക്ക് അത് പതിച്ചു നൽകി. ഇനി കൃഷിയോടൊപ്പം നിലനിൽക്കുന്ന മറ്റു ഉപജീവന മാർഗം ലോഹപ്പണി, മരപ്പണി, പരവതാനി നെയ്ത്ത്, ചായമുക്കൽ. കാലഘട്ടത്തിലെ മികച്ച വ്യവസായം തുണി ഉൽപാദനമായിരുന്നു. പരുത്തി, കമ്പിളി, പട്ടുവസ്ത്രങ്ങൾ. ബംഗാളും ദേവനാഗരിയും പ്രശസ്തമായ തുണി ഉൽപാദന കേന്ദ്രങ്ങൾ ആയി അറിയപ്പെട്ടു. പരുത്തി തുണി വ്യവസായത്തിന് ഏറ്റവും പ്രസിദ്ധം ബംഗാളാണ്. ചായം മുതൽ പരവതാനി എന്നിവ പുരോഗതി പ്രാപിച്ചു വന്നു. നെയ്ത്തും കൈത്തൊഴിലുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. വിജയനഗരം മറ്റു രാജ്യങ്ങളുമായി വാണിജ്യം നടത്തിയതുകൊണ്ട് സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെട്ടു വന്നു. മുഗൾ സമൂഹത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ചക്രവർത്തിക്കായിരുന്നു. ഭരണവർഗം പ്രഭുക്കന്മാരും സെമീന്ദാർമാരും എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചു. ഗ്രാമങ്ങളിൽ നിന്നും ഭൂനികുതി പിരിക്കുന്നത് സെമീന്ദാർ ആയിരുന്നു. മുഗൾ പ്രഭുവർഗത്തിനായിരുന്നു വരുമാനം കൂടുതൽ. അതിനാൽ അവർ ആർഭാടപൂർവ്വം ജീവിതം നയിച്ചു. സംസ്കൃതം, പേർഷ്യൻ നാട്ടുഭാഷകൾ എന്നിവ ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ഉപയോഗിച്ചിരുന്നു. മധ്യകാലത്ത് ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവ പുരോഗമിച്ചിരുന്നു. വാനനിരീക്ഷണത്തിനും ഉന്നത ശമാഭി ഉപയോഗിച്ചിരുന്നു. ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. ഇനി അമീർ ഖുസ്രു ആണ്. 1253 മുതൽ 1325 വരെയായിരുന്നു കാലഘട്ടം. പേർഷ്യൻ കവി, സംഗീതജ്ഞൻ സാൽബാൻ, ജമാലുദ്ദീൻ ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി, ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്നീ രാജാക്കന്മാരുടെ ആസ്ഥാന കവിയായിരുന്നു. മുഹമ്മദ് ഗസ്നിയുടെ പണ്ഡിത സദസ്സിലെ പ്രധാനിയായിരുന്നു അൽ ബറൂനി. ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ റഹ്ലയിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഭക്ഷ്യ സാധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചമരുന്ന് എന്നിവയെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു. ഇബ്നു ബത്തൂത്ത കിതാബുർ റഹ്ല. ജാഗിർ മൻസബ്ദാർമാരുടെ ശമ്പളത്തിന് പകരമായിട്ട് ഭൂമി പതിച്ചു നൽകിയിരുന്ന സമ്പ്രദായമാണ് ജാഗിർ എന്ന് പറയുന്നത്. സുൽത്താനേറ്റ് കാലത്തിൽ നിലനിന്നിരുന്ന ഇഖ്ത സമ്പ്രദായത്തിൻ്റെ മറ്റൊരു രൂപമാണ് ജാഗിർ. നിക്കോളോ കോണ്ടി 15ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയനാണ്. കോഴിക്കോട് നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കും പരുത്തി തുണികൾ കയറ്റുമതി ചെയ്തിരുന്നു. യൂറോപ്യൻ വിപണിയിൽ ഇതിനെ കാലിക്കോ എന്ന് അറിയപ്പെട്ടിരുന്നത്. സുൽത്താനേറ്റ് കാലത്ത് ഭൂനികുതി പിരിക്കാനുള്ള അവകാശം മുക്തിക്കായിരുന്നു. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഭൂനികുതി പിരിക്കാനുള്ള അവകാശം മുക്തി. സംഗ്രഹം. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്ന സഞ്ചാരികൾ നോക്കാം. അൽ ബറൂണി മധ്യേഷ്യയിൽ, നിക്കോളോ കോണ്ടി ഇറ്റലിയിൽ, ഇബ്നു ബത്തൂത്ത മൊറോക്കോ, റാൽഫ് ഫിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും, ബർണിയർ ഫ്രാൻസിൽ നിന്നും. അൽ ബറൂണി മധ്യേഷ്യ, നിക്കോളോ കോണ്ടി ഇറ്റലി, ഇബ്നു ബത്തൂത്ത മൊറോക്കോ, റാൽഫ് ഫിച്ച് ഇംഗ്ലണ്ട്, ബർണിയർ ഫ്രാൻസ്. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളിൽ ആണ് ഖർഖാനകൾ എന്നറിയപ്പെട്ടത്.
പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ആഗ്ര ഉത്തർപ്രദേശ്, അഹമ്മദാബാദ് ഗുജറാത്ത്, സൂറത്ത് ഗുജറാത്ത്, തഞ്ചാവൂർ തമിഴ്നാട്, കൊച്ചി കേരളം, കാഞ്ചീപുരം തമിഴ്നാട്. മധ്യകാല ഇന്ത്യയിലെ പ്രധാന വിദ്യാ കേന്ദ്രങ്ങൾ ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചീപുരം, മധുര, ഡൽഹി. മധ്യകാല ഇന്ത്യയിൽ കലണ്ടർ നിർമ്മിക്കുവാനും സമയം നിർമ്മിക്കുവാനും പഠിപ്പിച്ചിരുന്നു. വനനിരീക്ഷണ ഉപകരണം ഉന്നത ശമാപി ആസ്ട്രോ ടേബിളാണ് ഉന്നത ശമാപി. ഇനി പോസിറ്റീവ് സംഖ്യാഗണം, പിന്നെ ഭിന്നസംഖ്യാ ഗണം, നിരീക്ഷണ രീതി, അളവുകൾ, ഭാരമളക്കൽ, ദുർനിർണയം എന്നിവ അംഗഗണിതത്തിൻ്റെ പഠനപരിധിയിൽ ഉണ്ടായിരുന്നവയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്ററാണ് മധ്യകാല ലോകം. മധ്യകാല ലോകം 6ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ ചാപ്റ്ററാണ്. മധ്യകാല യൂറോപ്പ്. ലോകചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെട്ടിരുന്ന കാലഘട്ടം CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയാണ്. അപ്പം നമ്മളുടെ ചാനലിൽ തന്നെ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ചാപ്റ്റേഴ്സും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കുക. പിന്നെ ഇതുപോലെ ബ്രീഫായിട്ട് വേണം, അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് കേട്ടാലും മതിയാകും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരിക്കുന്നത് രാജാവാണ്. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ കർഷകരായിരുന്നു. ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ്. ഫ്യൂഡ് എന്ന വാക്കിനർത്ഥം ഒരു തുണ്ട് ഭൂമി. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാല പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മാനർ. യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്ന കാലഘട്ടം CE 11. യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്ന കാലഘട്ടം CE 11. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നഗരങ്ങൾ ആദ്യമായിട്ട് രൂപപ്പെട്ടത് ഇറ്റലിയിലാണ്. മധ്യകാലത്തിലെ ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ. മധ്യകാല നഗരങ്ങളിൽ നേരിട്ട ഏറ്റവും പ്രധാന ഭീഷണി പ്ലേഗ് എന്ന രോഗമാണ്. കറുത്ത മരണം എന്നറിയപ്പെട്ടിരുന്നത് പ്ലേഗാണ്. മധ്യകാല നഗരങ്ങളിൽ നേരിട്ട പ്ലേഗ് ഭീഷണിയെക്കുറിച്ച് വിവരിക്കുന്ന മൊക്കോച്ചിയോയുടെ കൃതിയാണ് ദക്കാമറൈൻ. യൂറോപ്പിലെ കച്ചവടക്കാർ രൂപീകരിച്ച് കൂട്ടായ്മകൾ അറിയപ്പെട്ടിരുന്നത് ഗിൽഡുകൾ. കച്ചവടക്കാർക്ക് പുറമെ ഗിൽഡുകൾ രൂപീകരിച്ചവർ ഇരുമ്പ് പണിക്കാർ, സ്വർണം പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ. ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ സമയം, ജോലി എന്നിവ നിശ്ചയിച്ചത് ഗിൽഡുകളാണ്. വിജ്ഞാനവും കലയും കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉണ്ടാകുന്ന സർവകലാശാലകളാണ് ഇറ്റലിയിലെ പാവിയയും പാദുവയും. സ്പെയിനിലെ പാർമയും കോർഡോവയും. ഫ്രാൻസിലെ പാരീസും ടൂലോസുമാണ് ഫ്രാൻസിലെ. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്. ഇനി ഇന്ത്യയിൽ നോക്കാം, ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. മധ്യകാല ചൈനയും അറബ് ലോകവും. അച്ചടിയന്ത്രം, വെടിമരുന്ന്, വടക്കുനോക്കി യന്ത്രം എന്നിവ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ബുദ്ധ ദേവാലയങ്ങൾ എന്നറിയപ്പെടുന്നത് പഗോഡകൾ ചൈനക്കാരുടെ നിർമ്മാണ വൈഭവത്തിന് ഉദാഹരണമാണ്. വൈദ്യശാസ്ത്ര രംഗത്തിൽ പ്രശസ്തരായിട്ടുള്ള അറബികൾ അൽ റാസി, ഇബിൻ സീന രചിച്ചത്. ഇനി അൽ റാസി രചിച്ചിട്ടുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. ഇബിൻ സീന രചിച്ച വൈദ്യശാസ്ത്ര പുസ്തകമാണ് അൽ ഖാനൂന്. ഒമർ ഖയ്യാം രചിച്ച പ്രശസ്ത കൃതിയാണ് റുബയ്യാത്ത്. ഫിർദൗസിയുടെ പ്രശസ്ത കൃതിയാണ് ഷാനാമ. അറബികളുടെ മറ്റൊരു പ്രധാന സാഹിത്യ സംഭാവന 1001 രാവുകൾ. 0 ദശാംശ സംഖ്യ സമ്പ്രദായം എന്നിവ കണ്ടെത്തിയത് ഇന്ത്യക്കാരാണ്. 0 ദശാംശ സമ്പ്രദായം എന്നിവ യൂറോപ്പിൽ പ്രചരിപ്പിച്ചത് അറബികളാണ്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ നമുക്ക് SCERTയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.